നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായൊരു കാലഘട്ടം വാർദ്ധക്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നതും ദുഃഖിക്കുന്നതും നമ്മുടെ ചിരിയും കളിയും തമാശകളും ഒന്നുമില്ലാതെ നമ്മൾ മരണത്തെ ചിന്തിച്ച് കഴിയുന്നതുമായ ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം. ഒരു 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണേലും നമുക്ക് മരണം നടക്കും. എന്താ വെച്ചാൽ ഇന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പം ഉള്ള സമയം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, മനസ്സമാധാനം, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനം കൊടുക്കുക, അവരെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്ത് വെറുതെ അവരുടെ ശാപവും പ്രാക്കും ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കർമ്മം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക, അതിനുള്ള ഫലം ഈശ്വരൻ നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ ഈ വാർദ്ധക്യം ഉള്ള ആളുകളുണ്ടല്ലോ വീടുകളിൽ, നമ്മുടെ അച്ഛനാകാം അമ്മയാകാം, അവർ നമ്മളെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാകുക. എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതൊന്നും എനിക്ക് പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയും. എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരെ നീതിപൂർവം നോക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടില്ല. എനിക്കൊരു ജോലിയോ ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഞാൻ അവരെ സ്നേഹം കൊണ്ട് എനിക്ക് പരമാവധി ഞാൻ അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. അതേ ഉള്ളൂ എൻ്റെ കൈ. എന്നാലും നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവർ അടുത്ത് ഒരല്പസമയമെങ്കിലും ഇരിക്കാനൊരു സമയം നമ്മൾ കണ്ടെത്തണം. അതേ ഉള്ളൂ നമുക്ക്. അവർ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരാകെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഒരു സാമീപ്യം മാത്രമായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ അച്ഛനും അമ്മയും ഒരല്പസമയം അവർക്ക് വേണ്ടി നമ്മൾ ഫേസ്ബുക്കിലും എല്ലാത്തിലും നമ്മൾ എപ്പോഴും ആക്റ്റീവാണ്. അപ്പം അവർക്ക് വേണ്ടി ഒരല്പസമയം മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഒരു ദിവസമെങ്കിലും നമ്മൾ കിടക്കുന്നതിനുള്ളിൽ നമ്മുടെ അച്ഛനെ അമ്മയെ ഒന്ന് കോൾ ചെയ്യണം. അവർക്ക് സുഖമാണോ, എന്തുണ്ട്